കൈകേയിക്ക് വരം കൊടുത്തത് കൊണ്ടാണ് രാമനെയും ലക്ഷ്മണനെയും സീതയും ഒക്കെ കാട്ടിലേക്ക് ആദ്യം പറഞ്ഞയക്കേണ്ടി വരുന്നത്, വനവാസത്തിന് പറഞ്ഞയക്കേണ്ടി വരുന്നത്. അപ്പോൾ ഒന്ന്, ദേവാസുര യുദ്ധത്തിൽ പങ്കെടുത്ത സമയത്ത് കൈകേയിയെ കൂടെ കൊണ്ടുപോയിരുന്നു. സ്ത്രീകളെ ഒരു കാരണവശാലും യുദ്ധത്തിൽ കൊണ്ടുപോകൽ പതിവില്ല. അപ്പോൾ കൈകേയിയെ അത്ര ദിവസങ്ങളിൽ പോലും കാണാതിരിക്കാൻ സാധിക്കുന്നില്ല ദശരഥന് എന്നുള്ളതാണ്. മറ്റൊരു സംഗതിയും കൂടിയുണ്ട്, കൈകേയി അത്രയ്ക്ക് യുദ്ധ നിപുണയായിരുന്നു. അത്ര യോഗ്യതയുണ്ട് കൈകേയിയെ, നമ്മളിങ്ങനെ കുറ്റം ചാർത്തൊന്നും വേണ്ട, അത്ര യോഗ്യയാണ് കൈകേയി. സൗന്ദര്യം കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും ശാരീരികമായിട്ടും യൗവനയുക്തയാണ് കൈകേയി. ഇദ്ദേഹം വൃദ്ധരാജാവാണ്, അപ്പോൾ യൗവനയുക്തയുമാണ്. അത്യധികം ശാരീരികമായിട്ടുള്ള ക്ഷമതയുണ്ട്, യുദ്ധ തന്ത്രങ്ങൾ അറിയാം. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് കൈകേയിയെ യുദ്ധത്തിന് കൊണ്ടുപോയത്. പക്ഷേ സ്ത്രീകളെ യുദ്ധത്തിന് കൊണ്ടുപോകുക യുദ്ധധർമ്മമല്ല. അപ്പോഴാണ് യുദ്ധത്തിൽ ഈ രഥത്തിൻ്റെ ചക്രം കഥകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ്. അപ്പോൾ സ്വന്തം ആണിക്ക് പകരം സ്വന്തം കൈവിരൽ ഉപയോഗിച്ച് ആ യുദ്ധം ജയിപ്പിച്ചത് കൈകേയിയാണ്.